പണിമുടക്ക് ദിവസം KSRTC ബസ്സുകളിലെ വയറിംഗ് നശിപ്പിച്ച സംഭവത്തിൽ KSRTC ജീവനക്കാർ അറസ്റ്റിലായി. കൊട്ടാരക്കര ഡിപ്പോയിലെ ഡ്രൈവർമാരാണ് പിടിയിലായത്. ബസിന്റെ വയറിംഗ് കിറ്റുകൾ നശിപ്പിച്ച സംഭവം 24 ആണ് പുറത്തെത്തിച്ചത്. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത്. അരുൺ, ഈ അറസ്റ്റിലായ ഡ്രൈവേഴ്സ് സമരാനുകൂലികളായിരുന്നു? വിജയകുമാർ, KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാർ നടത്തിയ പണിമുടക്കിനിടയിലാണ് 8 ബസ്സുകളുടെ വയറിംഗ് കിറ്റുകൾ നശിപ്പിച്ചെന്ന വിവരം 24 പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത്. ഈ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണത്തിന് ഉത്തരവിട്ട ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണമാണ് ആദ്യം നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര പോലീസാണ് അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തതായി വ്യക്തമാക്കുന്നത്. കൊട്ടാരക്കര ഡിപ്പോയിലെ ഡ്രൈവർ ആയ സുരേഷ്, പ്രശാന്ത് കുമാർ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇരുവരും സമര അനുകൂലികളാണ് എന്നുള്ളതാണ് പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം. സമരത്തിന്റെ ഭാഗമായാണ് തങ്ങൾ ഇത് ചെയ്തത് എന്നുള്ള വിവരമാണ് ഇരുവരും പോലീസിന് മുമ്പാകെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും കൊട്ടാരക്കര പോലീസ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വലിയ പ്രതിഷേധം അന്ന് തന്നെ ഉയർന്നതാണ്. കാരണം സമരം ഉണ്ടാവുക സ്വാഭാവികമാണ്. ബസ്സുകളിൽ ഇത്തരത്തിൽ വയറിംഗ് കിറ്റുകളടക്കം നശിപ്പിക്കുക, ബസ്സുകളുടെ റണ്ണിങ്ങിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഇത്തരം അപകടകരമായ രീതിയിലുള്ള ഇടപാടുകൾ നടത്തുക എന്നീ കാര്യങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അന്ന് തന്നെ ഉറപ്പ് നൽകിയതാണ്. എന്തായാലും ഈ അറസ്റ്റ് ഉണ്ടായതിന് പിന്നാലെ ഈ വിഷയത്തിൽ ഇരുവർക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യം KSRTCയിൽ തന്നെ ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും KSRTCയിലെ 2 ജീവനക്കാരെ തന്നെ ഒടുവിൽ ഈ KSRTC ബസ്സുകൾ നശിപ്പിച്ച വിഷയത്തിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അരുൺ, അന്ന് ഈ സമരാനുകൂലികളായ അല്ലെങ്കിൽ സമരം നടത്തുന്ന സംഘടനകളോടൊക്കെ നേതാക്കൾ പറഞ്ഞത് അവർക്കിതുമായി ബന്ധമൊന്നുമില്ല, ഇത് ഈ സംഘടനയെ പഴിക്കാൻ വേണ്ടി മറ്റാരോ ചെയ്തതാണ് എന്നതൊക്കെയായിരുന്നു. പക്ഷെ അങ്ങനല്ല, ഈ സമരത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ ബസ്സുകൾക്ക് കേടുപാട് വരുത്തിയത് എന്നാണ് ഇപ്പോൾ തെളിയുന്നത്, അല്ലേ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും ഈ TDF അടക്കം പറഞ്ഞത് തങ്ങൾക്കോ തങ്ങളുടെ സംഘടനകളിൽപ്പെട്ടവർക്കോ ഒന്നും തന്നെ ഇതുമായി ബന്ധമില്ല. ഈ പണിമുടക്ക് എന്നത് സ്വാഭാവികമായ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അതിനപ്പുറം വാഹനങ്ങൾ നശിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് തങ്ങൾ പോയിട്ടില്ല എന്നതായിരുന്നു ഇതുവരെ അവരുടെ വാദം. പക്ഷേ ഇപ്പോൾ പിടിയിലായവർക്ക് ഇതുമായി ഈ സംഘടനയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഇരുവർക്കുമെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ പ്രകാരമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടി വേഗത്തിലാക്കും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യങ്ങളടക്കം അന്വേഷണം ഉണ്ടാകും. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും പങ്ക് ഇപ്പോൾ പോലീസ് ഉറപ്പിക്കുകയും ആ നടപടിയും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ഇവർക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ, അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ നടപടി KSRTC എടുക്കാൻ പോകുന്നു എന്നാണ് വിവരം. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ.